ഹലോ സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദ്രജിത്ത് അറിഞ്ഞു അമ്മയും മകനും തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പൊ സേതു പല്ലവിയോട് ഭയങ്കര സങ്കടപ്പെട്ട് പറയുന്നുണ്ട് അമ്മയുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സങ്കടം എന്താന്ന് വെച്ചാൽ ഞാൻ വഴി അമ്മയുടെ ജീവിതം നശിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഇങ്ങനെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്. അപ്പൊ പല്ലവിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ, നമ്മുടെ സേതു ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നത് കണ്ടിട്ടെ. അപ്പുറത്ത് നമ്മുടെ ഇന്ദ്രജിത്ത് നേർക്കുനേർ യുദ്ധം മാറ്റിയിട്ട് വളഞ്ഞ വഴി കൂടെ യുദ്ധം പിടിക്കുക. കാരണം എന്ന് വെച്ചാൽ വേണുഗോപാലിനെ പോയി കാണുന്നുണ്ട് നമ്മുടെ ഇന്ദ്രജിത്ത്. അതും സേതുവിനെ പോലെ വേഷമിട്ടിട്ട്, സേതുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുണ്ടും ഷർട്ടും ചന്ദനമൊക്കെ തൊട്ട് താൻ സേതുവാണെന്നും പറഞ്ഞാണ് നമ്മുടെ വേണുഗോപാലിനെ പോയി കാണുന്നതും വേണുഗോപാലിനെ എന്താ പറയാ ക്രൂരമായിട്ട് ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്ദ്രജിത്ത്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയുമായിട്ട് നമ്മുടെ വേണുഗോപാൽ ഉടക്കാകും. ലാസ്റ്റ് മഹാലക്ഷ്മിയും സേതുവും തമ്മിൽ ഉടക്കി പിരിയണം. ഇതാണ് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ലക്ഷ്യം. അമ്മയും മകനും തമ്മിൽ എന്നേക്കുമായി വേർപിരിയണം. അതാട്ടോ ഇവരുടെ ലക്ഷ്യം. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഋതുവിന്റെ അടുത്തേക്ക് നമ്മുടെ ഇന്ദ്രിയത്ത് വരുമ്പോൾ ഋതു ഇങ്ങനെ കത്തിയും കൊണ്ടൊക്കെ വീശു വന്നുണ്ട്. എൻ്റെ അടുത്ത് ഇനി വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രജിത്തിന് ഇങ്ങനെ ആട്ടി പായിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ഋതു നമ്മുടെ പല്ലവിയെ കെട്ടിപ്പിടിച്ച് കുറെ കരയുന്നുണ്ട്. കുറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മുടെ ഋതു, നമുക്കറിയാമല്ലേ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പല്ലവിയുടെ അടുത്ത് പറഞ്ഞ് കരയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഋതു ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണോ എന്നറിയില്ല. നമ്മുടെ സേതു ഹോസ്പിറ്റലിൽ നമ്മുടെ ഋതുവിനെ എടുത്തുകൊണ്ട് ഓട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ലാസ്റ്റ് എല്ലാവരും ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഐസിയുവിന് പുറത്ത് ഇങ്ങനെ ഋതുവിന്റെ വിവരവും കാത്തിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു നിർണായക മുഹൂർത്തങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.